നമുക്കറിയാം ഇപ്പോൾ WWE ഇല്ലാത്തൊരു ഡാർക്ക് ക്യാരക്ടേഴ്സാണ്. എന്തായാലും WWEക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു ഡാർക്ക് ക്യാരക്ടറെ കൊണ്ടുവരാൻ, അത് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഡാർക്ക് ക്യാരക്ടറാണ് ഡീമൺ കിങ് എന്ന് പറയുന്നത്. അതായത് ഫിൻ ബാലർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. എന്തായാലും ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ടീസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ റോ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ജഡ്ജ്മെൻ്റായിട്ട് ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ഡൊമിനിക് മിസ്റ്ററുടെ പുറവശത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണാൻ സാധിക്കും. അത് ഡീമൺ ഫിൻ ബാലറിൻ്റെ കൂട്ടിയിരിക്കുന്നതിനൊരു പിക്ചർ, അത് വരച്ചു ചെയ്യുന്നൊരു പിക്ചർ. സോ അതൊരു ടീസാണെന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഉടനെ തന്നെ ഡീമൺ ഫിൻ ബാലർ വൈബ് ജഡ്ജ്മെൻ്റിൽ അടിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹത്തെ കൊണ്ടുവരണം. ഒരു മാച്ച് ചെയ്യാൻ മാത്രമായിട്ട് കൊണ്ടുവരരുത്. അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റ്സ്, കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉറപ്പായിട്ടും ഇൻവോൾവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE റോയുടെ റേറ്റിംഗ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചത്തെ റോയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 1.58 മില്യൺ ആയിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്രാവശ്യം നല്ല രീതിയിൽ റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഇത് 1.73 മില്യൺ റേറ്റിംഗ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഗോ ഹോം ഷോ ആണ്. അതായത് കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന് മുമ്പുള്ളൊരു ഷോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റിംഗ് ഉയരാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ച നോക്കുമ്പോൾ നല്ലൊരു റേറ്റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിച്ചിരുന്നു റോമൻ റീഡ്സിനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ഫേസ് ക്യാരക്ടറിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഫേസ് ക്യാരക്ടറിലാണോ റിട്ടേൺ ചെയ്യുന്നത് പലരും ചോദിച്ചിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ റോമൻ റീഡ്സ് തന്നെ പറയുന്നുണ്ട് അത് ഇതിന് ട്രൈബൽ ചീഫായിട്ട് തന്നെ റിട്ടേൺ ചെയ്യാനാണ് ആഗ്രഹം. സോ ട്രൈബൽ ചീഫ് എന്ന് പറയുമ്പോൾ ഒരു ഹീൽ ക്യാരക്ടറാണ്. സോ ആ ഒരു ഹീൽ ക്യാരക്ടർ തന്നെയായിരിക്കും അദ്ദേഹം റിട്ടേൺ ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. അത് തന്നെയാണ് റോമൻ റീഡ്സിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഹീൽ ക്യാരക്ടറാണ്. ബിഗ് ഡോഗ് എന്ന് പറയുന്നത് എനിക്ക് കാണുന്ന ഇഷ്ടമല്ല. ഇത്ര വൃത്തിയായിട്ടൊരു ക്യാരക്ടർ ഞാൻ ജന്മത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര ഹേറ്റ് ചെയ്തൊരു ക്യാരക്ടറും വേറെ ഇല്ല. ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടർ വെച്ചാണ് അദ്ദേഹം ഇത്രയും ബിൽഡ് ചെയ്തെടുത്തത്. അതിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലെ ക്യാരക്ടറാണ് എന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷേ നമുക്ക് കൂടുതൽ പേർക്ക് ഹേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അതായത് കൂടുതൽ പേര് ഇഷ്ടപ്പെടും, കൂടുതൽ പേര് ഹേറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പോൾ ട്രൈബൽ ചീഫിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു 75% ഉള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. 25% ആളുകളെ ഇതിനെ ഹേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ ഒരു ബിഗ് ഡോഗ് ക്യാരക്ടർ ആണെങ്കിൽ 50% ആളുകൾ അതിനെ ഹേറ്റ് ചെയ്യും, 50% ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും ചെയ്യും. 50% ആളുകൾ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ എനിക്കൊരു ആഗ്രഹം അദ്ദേഹം ട്രൈബൽ ചീഫായിട്ട് വരണമെന്ന് തന്നെയാണ്. അത് ആ ഒരു ബിഗ് ഡോഗ് ക്യാരക്ടറിനോട് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല.